വള്ളത്തോൾ ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങള് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോവുകയാണ് മുല്ലശ്ശേരി അക്കാവാടിയിൽ. അക്കാടിയിൽ സാധനങ്ങൾ വാങ്ങാൻ പോവാണ്. സാധനങ്ങളൊന്നും വീട്ടിലില്ല, എല്ലാം കഴിഞ്ഞു. അപ്പൊ ഇനി പോയിട്ട് ഒരു മാസത്തോളം സാധനങ്ങൾ മേടിച്ചു വെക്കും. അത് കഴിയുമ്പോ പിന്നെ ഒരു മാസത്തിന്. ഇപ്പൊ കുറെ ആയിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ സാധനങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മൾ വാങ്ങിക്കാൻ വേണ്ടിട്ട് പോവുകയാണ്. അപ്പൊ വണ്ടിയിൽ പോയിട്ട് വരുമ്പോ ഓട്ടോ പിടിച്ച് വരും. അപ്പഴേ നമ്മളെല്ലാരും കൂടിയിട്ട് അക്കാടിയ മുല്ലശ്ശേരി ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകട്ടാ. ഉമ്മ ഉപ്പ റെഡിയാണ്, വണ്ടിയിൽ പോവാൻ റെഡിയാണ്. നമ്മൾ രണ്ടുപേരും വണ്ടിയിൽ. അപ്പോൾ പോകുന്ന കാഴ്ചകളൊക്കെ കാണാം. ഉമ്മനാണെങ്കിൽ അയ്യോ എന്റെ ഹെൽമെറ്റ് എടുക്കാനോ വേണ്ടി. അപ്പോ നമ്മള് മുല്ലശ്ശേരിക്ക് പോകുന്ന കാഴ്ചകളാണ് കേട്ടാ. ഈ റോഡ് കണ്ട, ഈ റോഡൊക്കെ പുതിയതിട്ടാണ് കേട്ടാ. മുൻപ് ഇവിടെ ടാട്ടോ റോഡായിരുന്നു, ഇതിപ്പോ പുതിയതാക്കിയതാ. ബസ്സില്ലാത്ത റോഡ് ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ഇവിടെ കുന്നത്തെ ക്ലബ്ബ് സത്യേട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഈ റോട്ടിൽ കൂടെ പോകുമ്പോ എപ്പോഴും ശ്രദ്ധിക്കണം, ഭയങ്കര പ്രശ്നം പിടിച്ച റോഡാണ്. നല്ല വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നാലും പോവാ. പിന്നെ ഈ എലവത്തൂരിന്റെ ഭംഗി ഞാൻ കാണിച്ചു തരാം. മൊത്തം എന്താ പറയാ, രണ്ട് സൈഡ് പാടം, പിന്നെ റോഡ്, അതുപോലെ പാലം, പാലത്തിന്റെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു സെന്റർ. ഇത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടാ. അപ്പൊ എല്ലാവർക്കും ഈ സ്ഥലമൊക്കെ ഒരുപാട് ഇഷ്ടാവും. ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പോകുന്ന വിശേഷങ്ങളൊക്കെ കാണാം. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഞങ്ങൾക്ക് പെരും മഴയത്ത് നല്ല മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. അയ്യോ ഇപ്പൊ സൗണ്ട് കൂടിയിട്ടാ. വണ്ടിക്ക് ചെയിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, ഇപ്പൊ സൗണ്ടായി. അത് നോക്കണം. ആ ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചോട്ടാ. അടിപൊളിയായിട്ട് എടുത്തോ. നമ്മുടെ ഈ സ്ഥലം ഉണ്ടല്ലോ, ഇവിടെ ഒരുപാട് സിനിമ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്ന സ്ഥലാട്ടാ. മാമനവരം ബസ് റൂട്ട്, അതുപോലെ ഡാർലിംഗ്, ശിവം, ഭയങ്കര രസം പിടിച്ച സ്ഥലമാണ്. ഈ ഒരു പാലുണ്ട്, സിമെന്റ് പാലം. ആ സിമെന്റ് പാലം ഇപ്പൊ ഇവിടെ കണ്ടല്ലേ, ഇവിടെ തട്ടുകട, ലോട്ടറി കട എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഒരു സിമെന്റ് പാലം ഉണ്ട്. സിമെന്റ് പാലത്തിന് ശേഷവും ചെറിയൊരു സെന്റർ ഉണ്ടാവും. അപ്പൊ നല്ല രസം പിടിച്ച സ്ഥലങ്ങൾ അതൊക്കെ. അവിടെ ഒരുപാട് ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എലവത്തൂര് പാലം അല്ലേ. ആ ദേശമാണ് മധുക്കര ദേശാട്ടത്. നമ്മളീ മുല്ലശ്ശേരി സെന്റർ എത്തിയിട്ടുണ്ട്. മുല്ലശ്ശേരി സെന്ററിൽ നിന്ന് നമുക്ക് എന്താ പറയാ, ലെഫ്റ്റ് ആണ് കേട്ടോ നമുക്ക് പോവാനുള്ളത്. അപ്പോ അയ്യോ ഇതാണ് നമ്മുടെ അക്കാടിയ ഹൈപ്പർ മാർക്കറ്റ്. ഇവിടെ വന്നിട്ടാണ് നമ്മൾ സാധാരണ സാധനങ്ങൾ വാങ്ങിക്കല്. ഹൈപ്പർ മാർക്കറ്റ് എത്തി. അപ്പൊ ഞങ്ങള് അങ്ങോട്ടേക്ക് സാധനങ്ങൾ മേടിക്കാൻ പോവാ. ഫോളോ ഇത് കാണിച്ചു കൊടുക്കും. നമ്മളെ ഇവിടെ ഇപ്പൊ പറഞ്ഞ പോലെ ഇവിടെ എത്തിയതിനു ശേഷമാണ് കേട്ടോ ഈ ബുള്ളറ്റിന്റെ ബമ്പർ ഓഫർ കണ്ടത്. നറുക്കെടുപ്പ് വന്നിട്ട് സെപ്റ്റംബർ 13. ഏത് മാസം? ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, 3 മാസം ഉണ്ട്. സെപ്റ്റംബർ 13 നറുക്കെടുപ്പ്, ബമ്പർ നറുക്കെടുപ്പാണ്. അപ്പൊ ഫസ്റ്റ് പ്രൈസ് ആണ് തോന്നുന്നുണ്ട് റോയൽ എൻഫീൽഡ്. ഇത് കിട്ടുകയാണെങ്കിൽ നമുക്ക് 2 ബുള്ളറ്റായി. ഒന്നും കിട്ടും. അപ്പൊ അതുണ്ട്. പിന്നെ ഒട്ടേറെ വേറെ കുറെ ഓഫർ ഉണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് കിട്ടില്ല, നമ്മളൊക്കെ പൈസ കൊടുത്തന്നെ വാങ്ങണം അല്ലേ. അപ്പൊ നമ്മുടെ ബുള്ളറ്റ് അവിടെ ഉണ്ട്, നമുക്കിനി സാധനങ്ങൾ വാങ്ങിക്കാം. ഇതാണ് കേട്ടാ നമ്മുടെ ബുള്ളറ്റ് നറുക്കെടുപ്പിക്കുള്ള എന്താ പറയാ ഈ കൂപ്പൺ ഇട്ടവര്. എന്തോരം കൂപ്പണാ. ഇന്ന് നമ്മള് സാധനങ്ങള് വാങ്ങിയിട്ട് 100 രൂപയ്ക്ക് ഒരു കൂപ്പൺ വെച്ചിട്ടാണ് അവർ തരിക. അപ്പം നമ്മളിപ്പോ 1000 രൂപയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ 10 കൂപ്പൺ ഇതുപോലെ തരും. ഇതുപോലത്തെ കൂപ്പണുകളായിരിക്കും. പക്ഷെ ഇതൊക്കെ അവര് കയ്യിൽ വെക്കണ്ടല്ലേ? അതൊക്കെ കയ്യിൽ വെക്കേണ്ടതാ. ഇവിടെ തന്നെ ഇട്ടിട്ട് പോയാലോ? ആവോ. അപ്പഴേ ഇന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് നമ്മൾ ഇതിന്റെ ഉള്ളിലാണ് കൂപ്പൺ ഇടാൻ പോകുന്നത്. ഇത്രയും ഇതിന്റെ ഉള്ളിൽ നിന്നാണ് നമുക്കിന്ന് ഇട്ടുണ്ടാ. ശരി, നമുക്ക് ട്രൈ ചെയ്യാം. സെപ്റ്റംബർ 13 റിസൾട്ട് ഒക്കെ പറയാട്ടാ.
ബായോ ഇത് നമ്മുടെ ഇതിന്റെ ഉള്ളിലോട്ട് കയറിയപ്പോഴേ ഉമ്മാനെ പരിചയപ്പെട്ട താത്തേട്ടാ സബ്സ്ക്രൈബറാന്ന് പറഞ്ഞേ. സാധാരണ ഞാൻ എപ്പോഴും ഉമ്മനെ കളിയാക്കാറുണ്ട്. എന്താ വെച്ചാല് ഉമ്മ എവിടെ പോയാലും സബ്സ്ക്രൈബറെ കണ്ടു പറയാറുണ്ട്. അപ്പൊ ഞാൻ ഉമ്മക്ക് വെറുതെ വരണമെന്ന് വിചാരിച്ചേ. അപ്പൊ ഇത് ശരിക്കും താത്തല്ലേ ഉമ്മ അങ്ങോട്ട് പറഞ്ഞാണോ? അപ്പൊ അങ്ങനെ താത്താടെ പേരെന്താ? സുലൈഖ. എവിടെയാ വീട്? പാടൂര്. നമ്മുടെ വീടിന്റെ പരിസരത്തുള്ള കേട്ടാ പാടൂരൊക്കെ. അല്ല നമ്മുടെ വീട് ഇവിടെ എലുത്തരല്ലേ. അപ്പൊ പാടൂര് ഇതിന്റെ അപ്പുറമാണ്, മുല്ലശ്ശേരിന്റെ അപ്പുറമാണ്. അപ്പൊ ഒരുപാട് അല്ലേ സന്തോഷം കാണാൻ പറ്റിയതിലൊക്കെ. നമുക്കെന്നാ സാധനങ്ങൾ എടുക്കുന്നതിലോട്ട് പോവാം. കൊണ്ടുവരാണ്. മൈക്കോണാണോ പുറത്തുനിന്ന് പറ്റി വണ്ടി എടുക്കാൻ ഇറക്കി പോയി. ഞാൻ പുറത്ത് മൈക്കോണാട്ടാ വീഡിയോ പറഞ്ഞല്ലോ ഞാൻ വണ്ടി എടുക്കാൻ ഇറക്കി വണ്ടി തള്ളിക്കൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു വണ്ടി എടുക്കാൻ പോയാന്ന് പറഞ്ഞു. വെള്ളപ്പയർ എടുക്കുന്നത്, ചെറുപയർ 1 കിലോ, സാധനങ്ങൾ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ല ഉപ്പ ഓരോന്നോരോന്നായിട്ട് എടുത്ത് നോക്കി എടുക്കുന്നുണ്ട്. ഉമ്മാനെ എപ്പോഴും ഇങ്ങോട്ട് വരുമ്പോ കൊണ്ടുവരണം. കാരണം എന്താ പറയുക, ഉമ്മക്ക് വില അതുപോലെ തന്നെ ഇതൊക്കെ നോക്കി എടുക്കും. ഉഴുന്നല്ലേ ഒക്കെ 1 കിലോ തന്നെ ആവും. അവനിവിടെ ഗംഭീരായിട്ട് സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. അങ്ങനെ ഉപ്പ അല്ലേ വൈഫ് ഉമ്മ എല്ലാവരും സാധനങ്ങൾ എടുത്തോണ്ടിരിക്കാണ്. എന്തായി ഉമ്മ എന്തായി ഇവിടുത്തെ കാര്യങ്ങള്? നമ്മുടെ ഏകദേശം കഴിഞ്ഞ എന്തായി? ഓരോ സാധനങ്ങൾ ഇങ്ങനെ നമുക്ക് എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ എടുക്കാറുണ്ട്. പച്ചക്കറി ഐറ്റംസിൽ പോയിട്ടില്ല. സാധനങ്ങളും നമ്മള് പൊടികളും കാര്യങ്ങളൊക്കെ എടുത്തു. ഇനി പച്ചക്കറി കാര്യങ്ങളൊക്കെ ഉണ്ട്. പച്ചക്കറി മാത്രം നമ്മൾ എടുക്കണം. എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു. ബ്രെഡ് എടുത്തിട്ടില്ല. ജാമും ബ്രെഡും കൂടെ ചായക്കൊക്കെ എടുക്കാൻ എടുക്കണം. അത് മറ്റേ ചില്ലിന്റെ ജാമ്, അടിപൊളി ജാമൊക്കെ എടുക്കണം കേട്ടാ. ഇനി എന്താ സാരിക്കുട്ടി എന്താ പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. മേഗി ഒന്ന് എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം മേഗി ഉണ്ടാക്കാൻ വേണ്ടിട്ട്. പിന്നെ ഇനിയിപ്പം ഒരുവിധം നമ്മള് ബില്ലൊക്കെ എഴുതിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. 1/4 സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞ്. ഇപ്രാവശ്യമാണ് ഇപ്പം എല്ലാരും പാടെ വന്നിട്ട് നല്ലപോലെ ഒന്ന് മേടിക്കാനൊക്കെ പറ്റുന്നത്. ഇനിയിപ്പോ പച്ചക്കറി ഡേയിലേക്ക് ചെന്നിട്ട് അവിടെ നമ്മൾ ആവശ്യത്തിന് മേടിക്കുള്ളൂ. കൂടുതൽ മേടിച്ച് വെച്ചാൽ ചിലപ്പം നാശമായി പോകും. അതുകൊണ്ട് അത് മാത്രം ആവശ്യത്തിനനുസരിച്ച് മേടിച്ചിട്ട് പിന്നെ അത് ക്ലോസ് ആക്കല് തന്നെയാ. പിന്നെ ഇപ്പൊ ഒന്നും കാര്യമായിട്ട് മേടിക്കാനില്ല നമുക്ക്. അപ്പൊ പറഞ്ഞ പോലെ ഇനിയിപ്പോ സാധനങ്ങളൊന്നും അങ്ങനെ വാങ്ങിക്കാനില്ല. ഇപ്പൊ സാധനങ്ങൾ വാങ്ങി ഇപ്പൊ 2 വണ്ടിയായി. ഇനിയിപ്പൊ മെല്ലെ നമുക്ക് പച്ചക്കറിയിലോട്ട് പോവാം. മതി. ജാമ് വാങ്ങിക്കുന്നുണ്ട് ഉപ്പ. ബ്രെഡോ എല്ലാ പഴങ്ങളും ചേർത്തിട്ടുള്ളതാ. അപ്പൊ നമുക്ക് ജാമൊക്കെ വാങ്ങിയിട്ട് നമുക്കിനി പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ വീട് പിടിക്കാം. പറ്റിയ ബൈക്കിൽ പോവും, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മള് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പോകും. ബൈക്കിൽ പോകാൻ പറ്റില്ലെന്ന് തോന്നുന്നു. 2 വണ്ടിയൊക്കെ നടക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ പച്ചക്കറിയുടെ മേഖലയ്ക്ക് നമ്മള് പച്ചക്കറി കുറവുള്ളൂ. കാലത്തോട്ട് തുടങ്ങിയല്ലേ അത് കാരണം. മൈക്കില് പച്ചക്കറി കുറവുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളുണ്ട്. പേരക്ക, വലിയ പേരക്കുണ്ട്. പിന്നെ പച്ചക്കറി കുറവാ. കാലത്ത് വരികയാണെങ്കിൽ ഫുള്ളായിട്ടുണ്ടായിരുന്നു. അപ്പൊ നേരം വൈകിയായിരുന്നു പച്ചക്കറി കുറവായിരുന്നു. അതെ. ആപ്പിള് വലിയ പേരക്ക. വലിയ പേരക്ക അല്ലേ? വലിയ പേരക്ക. ഭയങ്കര ഇഷ്ടം.
ഇപ്പൊ എല്ലാവരുടെയും ഉള്ളതാണ് റംബൂട്ടാൻ. എല്ലാവരുടെയും പിന്നെ സീസണാണ് ഇപ്പോൾ. ജ്യൂസ് മുന്തിരി റംബൂട്ടാന് 285 സീസണാണ്, പക്ഷെ വില കൂടുതലാണ്. റംബൂട്ടാൻ മുന്തിരി 81. പേരൊക്കെ വലിയത്. പേരൊക്കെ വലിയ വിലയില്ല. ആപ്പിള് അങ്ങനെ നമ്മള് സാധനങ്ങൾ വാങ്ങിയിട്ട് നേരെ ആപ്പിള് 238. ആപ്പിൾ 238 കിലോ. എന്ത് തരം ആപ്പിളുണ്ട്, വില കുറവിൻ്റെ വില കൂടുതൽ. നമ്മളീ പച്ചക്കറി ഭാഗത്തിലോട്ട് കടന്നിട്ടുണ്ട് കേട്ടോ. അമ്മയൊക്കെ ഉരുളക്കിഴങ്ങ് എടുക്കുന്നത്. ബാക്കി 2 വണ്ടിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ കുറച്ചും കൂടി കഴിഞ്ഞ് ഏകദേശം കഴിഞ്ഞിട്ടാ അപ്പാളിക്ക നാടനല്ല. അങ്ങനല്ലല്ലോ. അപ്പോൾ പച്ചക്കറിയുടെ സാധനങ്ങളും കൂടി കൂടുതൽ വാങ്ങിയിട്ട് നമുക്ക് ഇവിടുന്ന് വേഗം വീട്ടിലോട്ട് പോകാം. പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ ഓട്ടോറിക്ഷയിൽ പോകാൻ പറ്റുന്ന തോന്നണം. അത്രമാത്രം സാധനം ഉണ്ട് അല്ലേ. അപ്പോൾ നോക്കാം, നമുക്ക് ഓട്ടോറിക്ഷയിൽ പോകാൻ പറ്റുമോ, ബൈക്കിൽ കൊണ്ടുപോകാൻ പറ്റുമോ. ബൈക്കിൽ കൊണ്ടുപോകുന്ന റിസ്ക്കാണ്. ഓട്ടോറിക്ഷയിൽ മാക്സിമം കൊണ്ടുപോയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. ഇവിടുത്തെ സാധനങ്ങൾ എടുക്കാം. എടുത്തതിന് ശേഷം നമുക്ക് ബില്ലടിക്കാൻ ഭാഗത്തേക്ക് പോവാം. നമുക്ക് നമ്മളേ മുല്ലശ്ശേരി സെന്ററിൽ നിന്ന് അങ്ങനെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ബില്ലടിക്കുന്ന പരിപാടിയിലാണ്. അപ്പൊ ഇപ്പൊ ഫസ്റ്റത്തെ നമ്മുടെ ട്രോളി കഴിഞ്ഞിട്ട് ഇപ്പൊ അവിടെ സാധനങ്ങളൊക്കെ ആയിട്ട് അതിലിടുന്നുണ്ട്. രണ്ടാമത്തെ ട്രോളിയുള്ള സാധനങ്ങളും പിന്നെ ആ സാധനങ്ങളും ഉണ്ട് കേട്ടാ. അത് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ കഴിയും. പിന്നെ എത്ര എമൗണ്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇതെന്തായാലും നമുക്ക് ബൈക്കിൽ കൊണ്ടുപോകാൻ പറ്റില്ല, ഓട്ടോറിക്ഷയിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇല്ലമ്മ ഉമ്മക്ക് റെഡിയാണ് കേട്ടോ. ഉമ്മാൻ്റെ അടുത്ത് കുറെ പേര് വന്നിട്ടേ താത്ത യൂട്യൂബിലല്ലേ എന്ന് പറഞ്ഞ ഉമ്മ നമ്മളടുത്ത് വന്നിട്ട് ഭയങ്കര ഹാപ്പി. നമ്മളടുത്ത് വന്ന് പറയാ, മോനെ എൻ്റെ അടുത്ത് കുറെ പേരെ വന്ന് ചോദിക്കുന്നു സബ്സ്ക്രൈബർ യൂട്യൂബിലുള്ളല്ലേ എന്ന് പറഞ്ഞിട്ടേ. അപ്പൊ ഈ ബില്ലും കാര്യങ്ങളൊക്കെ ചേച്ചി ഇവിടെ സെറ്റ് ആക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എത്ര പൈസ വന്നു എങ്ങനെയാണ് എന്നൊക്കെ. ചേച്ചി അവിടെ ഭയങ്കരമായിട്ട് ബില്ലടിക്കുന്നുണ്ട്. ചേച്ചിയൊക്കെ യൂട്യൂബിൽ ഇനി തരംഗമാവും. ഇത് നമ്മുടെ അക്കാടിയിലെ ചേച്ചിയല്ലേ, ചേച്ചിനെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ നമ്മളേ യൂട്യൂബില് നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞില്ലേ, നമുക്ക് ഇത് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഓട്ടോറിക്ഷയിൽ കയറ്റാം അല്ലേ. ആ അപ്പൊ ഉമ്മയും എല്ലാരും ഹാപ്പി ആട്ടാ. ഉമ്മ എല്ലാരും ഹാപ്പിയാണ്. അപ്പൊ നമ്മളെല്ലാരും ഹാപ്പി. ആ ബുള്ളറ്റ് നമുക്കുള്ള അല്ലേ. നമുക്കൊരു ലോഡ് കൂപ്പൺ കിട്ടിട്ടാ. ആ കൂപ്പണോ നമുക്ക് ഒരു ലോഡ് കൂപ്പൺ കിട്ടിയിട്ടുണ്ട്. ആ കൂപ്പൺ കാണിച്ചു തരാട്ടാ. നോട്ടെ, ഇത് വേണ്ട. ആ സൂപ്പർ മാർക്കറ്റിലുള്ള എല്ലാ കൂപ്പണും നമുക്ക് കിട്ടി തോന്നുന്നുണ്ട്. കാരണം 8000 സംതിങ് അല്ലേ, 8000 സംതിങ് നമ്മൾ പർച്ചേസ് ചെയ്തു. അതിനുള്ള ഒരു ലോഡ് കൂപ്പൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സാധനം ഇനി എഴുതി നമ്മൾ ഫസ്റ്റ് കാണിച്ചതിൽ കൊണ്ട് ഇട്ടാലാണ് നമുക്ക് എന്തെങ്കിലും കിട്ടുക. ആ ബുള്ളറ്റോ ഫ്രിഡ്ജോ എന്തെങ്കിലുമൊക്കെ. അപ്പൊ നമ്മളെല്ലാരും ഹാപ്പി. ആ നമുക്ക് നേരെ പോയിട്ടേ ഒരു ഓട്ടോറിക്ഷ എന്തെങ്കിലുമൊക്കെ വിളിക്കാം അല്ലേ. നമ്മളപ്പോ ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ട് കൈ കാട്ടിയിട്ട്. ആ ചേട്ടനാണെന്ന് അറിയില്ല, അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടാ. ആന്റിക്കാരുണ്ട്, ചോദിച്ചോക്കാം. ഇത് പിടിച്ചമ്മ. അത് ഈ ചേട്ടൻ പോയ ആ ചേട്ടൻ കൂടെ വരും. അപ്പൊ ഓട്ടോറിക്ഷ വന്നു, വിളിച്ചോടുന്ന ഓട്ടോറിക്ഷ വന്നു. അറ്റത്തിന് കൈ കാണിച്ചപ്പോ വന്നു. നമുക്ക് എല്ലാ സാധനവും അതിൽ കയറ്റാം. മുട്ട പൊട്ടാൻ നോക്കണല്ലേ ചേട്ടാ. ഹെവി വെയിറ്റ് എങ്ങനെയാ അല്ല അതങ്ങനെ വെയില്ല. ബാക്കിൽ കഴിക്കാം. ബാക്കിൽ കറക്റ്റ് സ്ഥല. ഇത് വേണമെങ്കിൽ അങ്ങനെ സാധനങ്ങള് ഓട്ടോറിക്ഷയിൽ കയറിയിട്ടേ നമ്മൾ ഉമ്മാനെ കയറ്റി വിട്ടു അല്ലേ. ഇനി ഉപ്പയും ഞാനും ഇനി ബൈക്കിൽ പോവും. അപ്പൊ ഇൻഷാള്ള പോകുന്ന വഴിക്കുന്ന രാത്രി മന്തി കഴിക്കണമെന്ന് പറഞ്ഞേ. പോണ വഴിക്ക് ചിക്കനും സാമ്പാർ കഷ്ണവും വേറെ വാങ്ങിക്കണം. അത് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അടുത്ത മഴ വരുന്നതിന് മുമ്പ് വീട് പിടിക്കാം. ഓക്കെ അല്ലേ. അപ്പൊ ഓക്കെ. അങ്ങനെ നമ്മള് കണ്ടല്ലോ, വീഡിയോയില് കണ്ടല്ലോ, ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങി, ഒരുപാട് കൂപ്പണും കാര്യങ്ങളൊക്കെ കിട്ടി. ഉമ്മാനെ ഓട്ടോറിക്ഷയിൽ പറഞ്ഞു. അങ്ങനെ നമ്മള് ഈ സെന്ററിൽ നിന്ന് കാണിച്ചു. അങ്ങനെ നമ്മളിപ്പോ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കാൻ. ഇതാണ് കറക്റ്റ് എലവത്തൂർ സെന്റർ. അതാണ് നമ്മുടെ റേഷൻ കട.
അത് നമ്മുടെ നീതി സ്റ്റോർ. ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി കേട്ടാ. ഒരുപാട് എന്താ പറയാ, എലവത്തൂർ സെന്റർ എന്ന് പറയുമ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഗൾഫിലൊക്കെ ഇരിക്കുന്ന സമയത്തേ. ഇതാണ് നമ്മുടെ പള്ളി, നമ്മുടെ സ്വന്തം മുസ്ലിം പള്ളി. പണ്ടൊരു ഓടായിരുന്നു, അപ്പൊ നല്ല രസമൊക്കെ ആയിരുന്നു, ഒരു കോളൊക്കെ ഉണ്ടായിരുന്നു. അത് എന്താ പറയാ, ഒരുപാട് പേർക്ക് അതൊക്കെ ഒരു ഓർമ്മ മാത്രമാണ്. ഇപ്പൊ അതൊക്കെ മാറ്റി ഒരുപാട് വർഷമായിട്ട് അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ പള്ളി. ഇതിന് നമ്മുടെ വീട്ടിലോട്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു കുന്നാണ്, ഈ കുന്ന് കയറി പോണം നമ്മുടെ വീട്ടിലോട്ട്. അപ്പൊ ഇതൊക്കെ നമ്മളെ കണ്ടില്ലേ, ചെറിയ ചെറിയ പിള്ളേരെ കണ്ടില്ലേ, ഇത് നമ്മുടെ വീട്ടിലോട്ടുള്ള വഴിയാട്ടാ. ഇതൊക്കെ നമ്മുടെ എന്താ പറയാ, നമ്മള് ഈ വളവ് ഒക്കെ ഭയങ്കര പ്രത്യേകതയുള്ള വളവ്. നമ്മള് നിസ്കാരവും ഓർത്തൊക്കെ കഴിഞ്ഞ് പോകുമ്പോ ഇവിടെ നിന്ന് ഇരുട്ടായിരിക്കും. അപ്പൊ എപ്പോഴും പേടിക്കുന്ന സ്ഥലം ഇത്. പിന്നെ നമ്മുടെ എല്ലാവർക്കും എന്താ പറയാ, വേണ്ടപ്പെട്ട ഒരു വീടാണ് ടപ്പിന്റെയത്തെ വീട് എന്നൊക്കെ പറയും. ഇപ്പൊ നമ്മള് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്തായാലും സാധനങ്ങളൊക്കെ അവിടെ എത്തി, ഓട്ടോറിക്ഷക്കാരനൊക്കെ വിട്ടിട്ടുണ്ടാവും. നമ്മള് ചിക്കൻ വാങ്ങാൻ പോയിരുന്നേ. അപ്പൊ ആ ഒരു സമയം നമ്മൾ നേരം വൈകിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇത് നമ്മുടെ രജില്ലാത്തയുടെ വീടാണ്. ഇവിടെ മൊത്തം റോഡൊക്കെ കംപ്ലൈന്റ്. ഇത് നമ്മുടെ രജില്ലാത്തയുടെ വീട്, രജില്ലാത്ത ഉള്ളിലുണ്ട് തോന്നുന്നുണ്ട്. രജില്ലാത്തയുടെ വീടാണ്. ഇതും കയറി നമ്മൾ പുറങ്ങണ്ടില്ലേ, ശരിക്കും ഒരു കുന്നിലോട്ട് കയറി പോണ ഒരു ഫീലാ. ടാറിട്ട കാരനോട്ടോ ഇങ്ങനെ മുൻപൊന്നും ടാറ പരിപാടി ഒന്നും ഇല്ല. ഇപ്പൊ ടാറിട്ട കാരണം ഇപ്പൊ ഓക്കെ, എന്നാലും രണ്ട് സൈഡും കാട് പിടിച്ച് പച്ചപ്പൊക്കെ ആയിട്ട് നല്ല രസമാണ് ഇതിനുള്ളിലോട്ടൊക്കെ പോവാൻ. അപ്പൊ ഹോണടിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടാവേ. ഇവിടെ എന്തോ പരിപാടി ഉണ്ട് കേട്ടാ. അങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് നമ്മള് പോവാണ്. എല്ലാരുണ്ടല്ലോ തുപ്പൂറ. അങ്ങനെ ഇത് നമ്മുടെ വീട്ടിലോട്ടുള്ള വഴി. ഇതാണ് വീട്ടിലോട്ടുള്ള വഴി. ഇവിടുന്ന് നമ്മുടെ രണ്ടാമത്തെ വീടാണ് നമ്മുടെ വീട്. ഇവിടെ ആരൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. ഇറുപ്പാൻകുട്ടി ഉണ്ട് കേട്ടോ വീട്ടിന് മുമ്പില്. അങ്ങനെ നമ്മള് വീടെത്തി. അങ്ങനെ നമ്മളെ വീടെത്തി കണ്ടില്ല, ഉണ്ണിയും ഉമ്മയും എല്ലാരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇർഫാൻകുട്ടിയും ഉണ്ട്. ഇനിയിപ്പോ എന്താ പരിപാടി, ഇന്ന് മഴയൊന്നും ഭാഗ്യത്തിന് കിട്ടാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പൊ ഇതൊക്കെയാണ് ഉണ്ണിയൊക്കെ എന്നെ നോക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ അടിപൊളി വീഡിയോസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് കണ്ടിട്ടുണ്ടാവും. നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയി സംസാരിച്ചതും സാധനങ്ങൾ എടുത്തതും കൂപ്പൺ കിട്ടിയതും ഉമ്മാനെ ഓട്ടോറിക്ഷയിൽ കയറ്റി വിട്ടതും. ഇത് നമ്മുടെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കുറെ പേര് കമന്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇതാണ് നമ്മുടെ സ്വന്തം ഇർഫാൻകുട്ടി. അപ്പൊ അങ്ങനെ ഇത്രയൊക്കെയാണ് നമ്മുടെ എന്താ പറയാ ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ. അതിൻ്റെ ഇടയിൽ ഉപ്പയൊക്കെ വരുന്നുണ്ട്. ഇവിടെ മൈക്ക് ഇല്ല, അപ്പൊ മൈക്കില്ലല്ലോ. അപ്പൊ എല്ലാവർക്കും എന്താ പറയാ, ഒരുപാട് നമ്മളെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് ഇത്രയും ലെവലിക്ക് നമ്മളൊക്കെ എന്താ പറയാ കൊണ്ടെത്തിച്ച്, വലിയ ലെവലല്ല, ഇത്ര ലെവലിക്ക് നിങ്ങൾ കൊണ്ടെത്തിച്ച് ഒരുപാട് നന്ദി. അപ്പോ അപ്പൊ ഇതാണ് നമ്മുടെ വീഡിയോ. ഉണ്ണീനൊക്കെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉണ്ണിയൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ആള് ഫസ്റ്റ് ഒക്കെ നമ്മുടെ ഒപ്പം വരാനൊക്കെ ഭയങ്കര കഷ്ടമായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല, എന്നാലും ഒന്ന് മിരട്ടി കഴിഞ്ഞാൽ കരയും. അതുകൊണ്ട് മിരട്ടലില്ല, എടുത്ത് ഇങ്ങനെ പൊന്നു പോലെ വയ്ക്കല. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്താൻ പോവാണ്. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ. ഇപ്പൊ വേണ്ടി ടാറ്റ കൊടുക്കുമ്മ. അതാണ് ഞാൻ പറഞ്ഞു, വീഡിയോ എടുത്താൽ കാര്യം മനസ്സിലായില്ല. അപ്പൊ എല്ലാവർക്കും ബൈ.